DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 8 ശനി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, ഇരട്ട ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് തീവ്രമഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിക്കുകയാണ്. പവന് ഒറ്റയടിക്ക് 800 രൂപ വർദ്ധിച്ച് 1,12,000 അടുക്കുകയാണ് സ്വർണ്ണവില. 1,11,720 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഗ്രാമിന് ആനുപാതികമായി 100 രൂപയാണ് കൂടിയത്. 13,965 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. 4 ദിവസത്തിനിടെ 6,000 രൂപയുടെ വർധനയാണ് സ്വർണ്ണവിലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അടുത്ത അറിയിപ്പ്, പാചകവാതക സിലിണ്ടറുകളുടെ EKYC പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പാണ്. ഓഗസ്റ്റ് 15-നകം EKYC പൂർത്തിയാക്കാത്ത ഉപഭോക്താക്കൾക്ക് ഓഗസ്റ്റ് 16 മുതൽ ഗാർഹിക നിരക്കിൽ പാചകവാതക സിലിണ്ടറുകൾ ലഭിക്കില്ലെന്ന് ഇന്ത്യൻ, HP, ഭാരത് ഗ്യാസ് തുടങ്ങിയ കമ്പനികൾ അറിയിച്ചിട്ടുണ്ട്. മൊബൈൽ ആപ്പുകളിലെ ഫേസ് ഒതന്റിക്കേഷൻ വഴിയോ ഗ്യാസ് ഏജൻസികൾ, അക്ഷയ സെന്ററുകൾ, വിതരണക്കാരുടെ ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവ മുഖേനയോ ഈ പ്രക്രിയ പൂർത്തിയാക്കാവുന്നതാണ്. പാചകവാതക വിതരണത്തിലെ ക്രമക്കേടുകൾ തടയുന്നതിനും യഥാർത്ഥ ഉപയോക്താക്കൾക്ക് തന്നെ സബ്സിഡിയും ഗാർഹിക ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനുമാണ് കേന്ദ്ര സർക്കാരും എണ്ണ കമ്പനികളും EKYC പ്രക്രിയ നിർബന്ധമാക്കിയിട്ടുള്ളത്. ഈ സമയപരിധിക്കുള്ളിൽ ആധാർ അടിസ്ഥാനമാക്കിയുള്ള വെരിഫിക്കേഷൻ പൂർത്തിയാക്കാത്ത പക്ഷം സിലിണ്ടറുകൾ ഗാർഹിക നിരക്കിൽ ലഭിക്കാതെ വരികയോ സബ്സിഡി ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുകയോ ചെയ്തേക്കാം. ഓഗസ്റ്റ് 15-നുള്ളിൽ ഇത് പൂർത്തിയാക്കിയില്ലെങ്കിൽ ഓഗസ്റ്റ് 16 മുതൽ നിങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടർ മുടങ്ങുന്നതാണ്. അടുത്ത അറിയിപ്പ്, ഓണക്കാലത്തെ സൗജന്യ റേഷൻ കിറ്റുകളുടെ വിതരണം ഓഗസ്റ്റ് 10 ആരംഭിക്കുകയാണ്. മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കാണ് 850 രൂപയോളം വിലമതിക്കുന്ന സൗജന്യ കിറ്റുകൾ വിതരണം ചെയ്യുന്നത്. മറ്റ് റേഷൻ കാർഡ് ഉടമകൾക്കായി സപ്ലൈകോ വഴി 1000, 1500, 2000 രൂപ നിരക്കുകളിൽ പ്രത്യേക ഓണക്കിറ്റുകൾ വാങ്ങാൻ സാധിക്കും. കൂടാതെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി 20 കിലോ അരി കിലോയ്ക്ക് 26 രൂപ നിരക്കിലും 10 കിലോ അരി കിലോയ്ക്ക് 33 രൂപ നിരക്കിലും ലഭ്യമാണ്. വിലക്കയറ്റം തടയാനായി ഓഗസ്റ്റ് 8 മുതൽ പ്രധാന നഗരങ്ങളിൽ മെഗാ ഓണം ഫെയറുകളും സംസ്ഥാനത്ത് മണ്ഡലാടിസ്ഥാനത്തിൽ മേളകളും നടക്കും. അടുത്ത അറിയിപ്പ്, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ സർക്കാർ വിപ്ലവകരമായ പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സഹകരണ സംഘങ്ങൾ വഴി വീടുകളിൽ നേരിട്ട് പെൻഷൻ പണം എത്തിച്ചിരുന്ന പരമ്പരാഗത രീതി ഒഴിവാക്കി തുക പൂർണ്ണമായും ആധാറുമായി ബന്ധിപ്പിച്ച വാണിജ്യ ബാങ്ക് അക്കൗണ്ടിലേക്ക് DBT വഴി കൈമാറാനാണ് തീരുമാനം. വിതരണ പ്രക്രിയ സുതാര്യമാക്കാനും ഫണ്ട് അനുവദിക്കുന്ന ദിവസം തന്നെ തുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിൽ എത്തിക്കാനുമാണ് ഈ മാറ്റം. എന്നാൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കിടപ്പ് രോഗികൾക്ക് പഴയ പോലെ വീടുകളിൽ തുക എത്തിച്ചു നൽകുന്നതിന് ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.